ഹലോ, ഞാൻ ഇന്നൊരു മുല്ലമാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഓണത്തിന് സ്പെഷ്യലായിട്ട് മുല്ലമൊട്ടിൻ്റെ ക്ലിപ്പ് നമ്മളുണ്ടാക്കി. അപ്പം ഇനി മാല. അപ്പം 50 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഒരു മുഴമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഒരു മുഴം ഉണ്ടാക്കുന്നില്ല, എന്നാലും നിങ്ങളെ അളവൊന്ന് കാണിച്ചു തന്നതാണ്. 50 സെൻറ്റിമീറ്റർ നമ്മുടെ ആ ടേപ്പിലെടുത്തിട്ട് നൂല് ഞാൻ സാധാ നൂലിട്ടാണ് ചെയ്തത്. അപ്പോൾ സാധാ നൂല് ഒറ്റ മടക്കിലിട്ടാൽ ഒട്ടും കട്ടി കാണത്തില്ല. അപ്പം ഞാനൊരു 2 മടക്ക് 4 മടക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്. കണ്ടല്ലോ, 4 മടക്കിട്ടിട്ട് അത് നൂർത്ത് 2 മടക്കാക്കി അതിനകത്തൂടെ നമ്മുടെ സൂചി കയറ്റിയിട്ട് അത് 4 മടക്കാക്കി എടുക്കും. നടുക്ക് സൂചിയാക്കി 4 വള്ളി. അപ്പം ഇച്ചിരി ബലം കിട്ടുമല്ലോ. പലരും നൈലോണിൻ്റെ ത്രെഡൊക്കെ വെച്ചാൽ ചെയ്യാറ്. നമുക്കിപ്പം കുഴപ്പമില്ല. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് പിരിച്ച് അതൊന്ന് കെട്ടണം. നന്നായിട്ട് കെട്ടണം, കാരണം ഊരിപ്പോയാൽ നമ്മുടെ മാല കുളമായിപ്പോവും. അപ്പം അര മീറ്ററാണ് നമ്മൾ ഒരു മുഴമെന്നും പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ അതേ ഒരെണ്ണം കയറ്റി അടുത്ത ഓപ്പോസിറ്റ് സൈഡിലോട്ട് അടുത്ത ബഡ് കയറ്റി, പിന്നെ ക്രോസായിട്ട് പിന്നെ അടുത്ത ബഡ്. അപ്പം 4 സൈഡിലോട്ട് നമ്മൾ ബഡ് കയറ്റുവാണെങ്കിൽ നമുക്ക് നല്ല ഉരുണ്ട മാല കിട്ടും. സാധാ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് 2 സൈഡിലോട്ട് മാത്രം ചെയ്യുമ്പം അത്ര തിക്നെസ് ഉണ്ടാകത്തില്ല. ഇതിപ്പം 4 സൈഡിലോട്ടും മുല്ലമൊട്ട് കയറ്റുമ്പോഴത്തേക്കിന് നമ്മുടെ മാല നല്ല ഉരുണ്ടിരിക്കും. എല്ലാവർക്കും സാധാ മുല്ലപ്പൂ മേടിച്ചാലും നിലക്കായിട്ട് കെട്ടിയിടാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമ്മുടെ ഈ മുല്ലമാലയും തിക്കായിട്ട് തന്നെ ഇരിക്കട്ടെ, എപ്പോഴും യൂസ് ചെയ്യാം. എന്തായാലും 100 രൂപ 120 രൂപ മുടക്കി ഒരു മാല മേടിച്ചാൽ നമുക്ക് വർഷം തോറും ഉപയോഗിക്കാം. മറ്റേ മാലയാണെങ്കിൽ ഒരു ദിവസത്തേക്കല്ലേ പറ്റത്തുള്ളൂ. അതിനൊരു പോംവഴിയായില്ലേ. അപ്പോൾ നമ്മുടെ മുല്ലമാല. എൻ്റെ വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും, എന്നാലും ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം 4 സൈഡിലോട്ടും നല്ല രീതിക്ക് ആ മുല്ലമൊട്ട് കയറ്റി. കണ്ടോ, ഇപ്പോഴേ കണ്ടില്ലേ തിക്കായിട്ടിരിക്കുന്നത്. കണ്ടോ, ഞാൻ ഇത്രയും കോർത്തപ്പോൾ നല്ല ഉരുണ്ടിരിക്കുവാണ്. ഇച്ചിരി വിടാതെ കോർത്താലേ നമ്മുടെ മാല ലൂസാകാതിരിക്കത്തുള്ളൂ. നല്ല തിക്കായിട്ട് തന്നെ ഉരുണ്ടിരിക്കും. മറ്റേത് വിടുമ്പോഴത്തേന് കാണാൻ ഒരു ഭംഗി കാണത്തില്ല. ഇതിപ്പോൾ കുട്ടികളുടെ തലയിൽ വെച്ചാലും നല്ല രസമായിരിക്കും. ഇത് കണ്ടോ, 3 സൈഡിലോട്ട്. ഇനിയിപ്പം നമ്മൾ അതിൻ്റെ 4ാമത്തെ സൈഡിലോട്ട് അടുത്ത ബഡ് കോർക്കും. അങ്ങനെ ഓരോ സൈഡിൽ കോർത്ത് ഒരു മുഴം മുല്ലമൊട്ട് സെറ്റാക്കി എടുക്കാം നമുക്ക്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇച്ചിരിയേ ചെയ്യുന്നുള്ളൂ, ഒരു മുഴമൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവിടെ ചെയ്ത് വെച്ചാൽ ഞാൻ മുല്ലപ്പൂ അങ്ങനെ വെക്കാറില്ല. എനിക്കൊരു മോനാണ്, അപ്പം മോനും വെക്കാൻ പറ്റത്തില്ലല്ലോ. കണ്ടില്ലേ, നമ്മുടെ മുല്ലമൊട്ടിൻ്റെ മാല നല്ല സൂപ്പറായിട്ട് തിക്കായിട്ടായിരിക്കുന്നത്. 2 സൈഡിലോട്ടും കോർത്ത് ഇത്ര പെർഫെക്ഷൻ വരത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എനിക്ക് കെട്ടി ചെയ്യാനും ഒരു മടി, കാരണം ഊരിപ്പോകുമോ എന്നൊക്കെ. ഇതാകുമ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ല, പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. അങ്ങനെ വേണ്ട, ഞാൻ ഇത്രയും നീളത്തിലേ ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് അവിടെ ഒരു കെട്ടിട്ട് ഞാൻ നിർത്താം. നല്ല സെറ്റായിട്ട് കെട്ടിടണം, അല്ലെങ്കിൽ ഇത് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ മുല്ലമാല റെഡി. കണ്ടോ, ഒട്ടും വിടവില്ലാതെ അടിപൊളിയായിട്ട് ചെയ്തെടുത്തേക്കുന്നത്. വിടവില്ലാതെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭംഗിയും ഏറ്റവും വൃത്തിയും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ. അപ്പം ഇപ്പം എല്ലായിടത്തും ഓണമായിട്ട് മുല്ലമൊട്ടിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. മെറ്റീരിയൽസ് വേണമെങ്കിൽ അതും എൻ്റെ അടുക്ക അവൈലബിളാണ്. കണ്ടോ, ഞാൻ ചെയ്ത മുല്ലമാല കണ്ടോ. ഇത് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ചെയ്ത പിലാക്കലുവിൻ്റെ സെറ്റും മുല്ലമാലയും കൂടെയാണ്. ഇതൊരു മുഴമുണ്ട്, ഒരു മുഴത്തിൽ മേളിലുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം.